ഒരുപാട് സിനിമയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പല ഫംഗ്ഷനുകളിലും പുള്ളിയുടെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ദുബായിലും കൊച്ചിയിലും ബാംഗ്ലൂരിലും എല്ലാം. അപ്പോൾ വളരെ ചേർത്ത് നിർത്തുന്ന ഒരു ഒരു സ്വഭാവമുള്ള ആളായിരുന്നു. അത് അദ്ദേഹം ഞാൻ പരിചയപ്പെട്ട കാലം മുതൽ എനിക്ക് അത് എൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത ഒരുപാട് ഓർമ്മകളും കാഴ്ചകളും ഒക്കെ തന്നൊരാളാണ്. കാരണം സ്നേഹം നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നുന്നതല്ല എന്ന് പലപ്പോഴും ചില ഇൻസിഡൻറ്റിലൂടെ നമുക്ക് മനസ്സിലാകുന്ന പോലത്തെ ഒരാളായിരുന്നു ഡോക്ടർ. അപ്പോൾ അവരുടെ കുടുംബവുമായിട്ട് വളരെ ബന്ധമുണ്ട്. അപ്പോൾ വേർപാട് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്കൊരാവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്നൊരാൾ എന്ന് ഞാൻ വിശ്വസിച്ച ഒരാളായിരുന്നു ഡോക്ടർ. അപ്പോൾ അതിൽ കൂടെ ഇല്ല എന്ന് പറയുന്നത് വിഷമം. സംസാരിക്കാൻ പറ്റിയില്ലേ? കാസർഗോഡിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വരുമ്പോൾ വലിയൊരു മലയാള സിനിമയിൽ ബിഗ് ബഡ്ജറ്റ് ചിത്രം എന്നായിരുന്നു. പിന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് ബാക്കപ്പ് ആയിരുന്നില്ല. അതിന് വലിയൊരു മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം തീർച്ചയായിട്ടും അതായിരുന്നു. ആ കമ്പനി കാസനോവ എന്ന് പറയുന്ന സിനിമ എടുക്കുകയും ഡിസ്കഷൻ നടക്കുകയും ചെയ്യുന്ന സമയം മുതൽ ആദ്യം മുതലേ അദ്ദേഹം ഞാനുമായിട്ട് ഒരുപാട് ചർച്ചകൾ ചെയ്യും. ആ സിനിമയുടെ ആദ്യ ലൊക്കേഷൻ നോക്കുന്ന സമയം മുതൽ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞ് ആ പടത്തിനകത്തേക്ക് ഞാനും അസോസിയേറ്റ് ചെയ്യും. അതായത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടപെട്ടപ്പോൾ അങ്ങനെ വന്ന് ഒരു ലാസ്റ്റ് പുറത്ത് ഇറങ്ങിയത് കുറച്ച് സമയമെടുത്ത് വന്നൊരു പടം.